എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില സരസ്വതി മന്ത്രങ്ങളും ദക്ഷിണാമൂർത്തി മന്ത്രങ്ങളും ഒക്കെയാണ് ഞാനിവിടെ ഇന്ന് ഉപദേശിക്കുന്നത്. എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത് കുട്ടികളോട്, നമ്മൾ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടില്ല, നമ്മൾ പഠിക്കുകയും വേണം. നമ്മൾ മന്ത്രങ്ങൾ എപ്പോഴാണ് ജപിക്കുക? നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനും നമ്മുടെ ബുദ്ധിയിൽ സ്ഥിരമായി നിൽക്കാനും നമുക്ക് ഓർമ്മശക്തിക്കും നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നമുക്കത് ഓർമ്മയിൽ വരാനും ഒക്കെയാണ് നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുക, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ബുദ്ധിയിൽ ഈ മന്ത്രം ജപിച്ച് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ബുദ്ധിയിൽ ഈ മന്ത്രങ്ങൾ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് അത് ഉപകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് പഠിക്കണം. പഠിത്തത്തിനൊപ്പം ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതും സ്മരിക്കുന്നതും ഒക്കെ ഗുണകരമായിരിക്കും. അപ്പോൾ ഞാനിന്നിവിടെ പറയുന്നത് ഈ മന്ത്രം ഹംസവാഹിനി, സരസ്വതീ ദേവിയുടെ ഹംസവാഹിനി മന്ത്രമാണ്. അപ്പോൾ അതാണ് മന്ത്രം. ഇതാണ്: ഓം ഐം ഐം ഹംസവാഹിനി വാഗ്വാദിനി നിത്യ സൗഖ്യപ്രദായിനി സർവശാസ്ത്രാദിരൂപിണി സ്വാഹ. ഇത് ഒരു 108 തവണയൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഫലം തരും. അടുത്തത് വിശ്വരൂപയാണ്. ഓം ഐം ക്ലീം സൗം സർവശാസ്ത്രാധികാരിണി സരസ്വതി നമഃ. അതോടൊപ്പം തന്നെ ഓം വദ വദ വാഗ്വാദിനി സർവവന്ദ്യായി മനോഭീഷ്ടപ്രദായിനി ഹ്രീം നമഃ. ഇതൊക്കെ 108 ഗുരു ജപിക്കാം. അടുത്തത് ബുദ്ധിവികാസത്തിന് ഉള്ള വിദ്യാമന്ത്രമാണ്. മന്ത്രം ഇതാണ്: ഓം ഐം ക്ലീം സൗഹ്രീം സർവശാസ്ത്രവിശാരദായി നിത്യാനന്ദപ്രദായിനി സുരസൗഖ്യപ്രമോദിനി ഹൃ യജുസാമരൂപിണി അതിസൗമ്യരൂപിണി മഹാരൂപായി ശാസ്ത്രജ്ഞാന സമൃദ്ധിം മേ ദേഹി ദദാവയ സ്വാഹ. ഇതും 108 ഗുരു ജപിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അടുത്തത് ഒരു മന്ത്രം ഞാൻ ഓർമ്മശക്തിക്ക് വേണ്ടി അതും 108 ജപിക്കുക. സകല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യായി സ്വാഹ. എന്നും രാവിലെ ഇത് 108 പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നമ്മൾ ജപിക്കുക, അതിനുശേഷം പഠിക്കുക. നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിയിൽ നിൽക്കും. അപ്പം ഇത് തീർച്ചയായിട്ടും ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ ഉപകാരപ്രദമായിരിക്കും. അടുത്തത് വിദ്യായക്ഷിണി പ്രീണന മന്ത്രം ഗുപ്തദൈവീക ജ്ഞാനസിദ്ധിക്കാണ്. ഇതും 108 പ്രാവശ്യം നമ്മൾ ജപിക്കുക. ഓം ഹ്രീം ദേവേദമാതൃഭ്യ സ്വാഹ. ഓം ഹ്രീം വേദമാതൃഭ്യ സ്വാഹ. ഓം ഹ്രീം വേദമാതൃഭ്യ സ്വാഹ. ഇത് നിഗൂഢമായ ജ്ഞാനം ലഭിക്കുമെന്നാണ്, പാണ്ഡിത്യവർദ്ധനവും ഉണ്ടാവുമെന്നാണ് ഇതിൻ്റെ ഫലശ്രുതി. ഇതോടൊപ്പം തന്നെ ഈ മന്ത്രവും ജപിക്കണം. ഓം ഐം ഹ്രീം ശ്രീം ക്ലീം സൗ ഹ്രീം ക്ലീം ഹ്രീം ഐം ബ്ലൂം സ്ത്രീം നീലതാരേ സരസ്വതി ദ്രാം ദ്രീം ക്ലീം ബ്ലൂം സ ഐം ഹ്രീം ശ്രീം ക്ലീം
സൗ സൗ ഹ്രീം സ്വാഹ. ഞാൻ ഇനിയും ജപിക്കാം. 2 പ്രാവശ്യം കൂടി ഞാൻ ജപിക്കാം. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം നമ്മൾ ഉപദേശം തരുന്നതായിട്ട്. ഐം ഹ്രീം ശ്രീം ക്ലീം സൗ ക്ലീം ഹ്രീം ഐം ബ്ലൂം സ്ത്രീം നീലതാരേ സരസ്വതി ദ്രാം ദ്രീം ക്ലീം ബ്ലൂം സ ഐം ഹ്രീം ശ്രീം ക്ലീം സൗ സൗ ഹ്രീം സ്വാഹ. ഒന്നുകൂടി പറയാം. ഐം ഹ്രീം ശ്രീം ക്ലീം സൗ ക്ലീം ഹ്രീം ഐം ബ്ലൂം സ്ത്രീം നീലധാരേ സരസ്വതി ദ്രാം ദ്രീം ക്ലീം ബ്ലൗം സ ഐം ഹ്രീം ശ്രീം ക്ലീം സൗ സൗ ഹ്രീം സ്വാഹ. ഞാൻ ഈ മന്ത്രങ്ങളൊക്കെ ഇവിടെ പറയുന്നെങ്കിലും ആർക്കാണോ ഇതിൻ്റെ ശരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡുകളിലും ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ഇവിടെ പറയുകയാണ്. 8181717932. ഈ വാട്സപ്പിൽ അത് എഴുതി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഉപാസന മീഡിയയിൽ തന്നെ ഫോട്ടോകളും പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മന്ത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുന്ന ഒരുമാതിരിപ്പെട്ട മന്ത്രങ്ങളൊക്കെ അവിടെ ഞാനത് ഫോട്ടോ എടുത്തിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉപകരിക്കും. അല്ല നേരിട്ട് വാട്സപ്പ് ത്രൂവിൽ ബന്ധപ്പെട്ട് വാങ്ങണമെന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ഞാൻ ഉപദേശം തരുന്നതായിരിക്കും. അടുത്തത് അറിവിനും വിജ്ഞാനത്തിനും പുരോഗതി ജ്ഞാനത്തിനും ഉള്ള സരസ്വതി മന്ത്രങ്ങളാണ്. അപ്പം അത് ഇവിടെ പറയുകയാണ്. വദവദവാഗ്വാദിനി സ്വാഹ. ഓം ഐം മഹാസരസ്വത്യേ നമഃ. ഓം ഐം ക്ലീം സൗ. ഓം അർഹം മുഖകമലവാസിനി പാപാത്മാക്ഷായം കിരി. വദ വദ വാഗ്വാദിനി സരസ്വതി ഐം ഹ്രീം നമഃ സ്വാഹ. ഓം ഐം ഹ്രീം ശ്രീം വാഗ്ദേവി സരസ്വതി നമഃ. 4-ാമത്തെയും 5-ാമത്തെയും മന്ത്രങ്ങൾ ബ്രഹ്മചര്യാനുഷ്ഠാനത്തോട് ലക്ഷം ഒരു വീതമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിശക്തിയായ ജ്ഞാനം, പ്രശസ്തി, മുഖ സൗകുമാര്യം, ഗ്രഹണപടുത, ഓർമ്മശക്തി, പുരോഹിത ജ്ഞാനം ഇവയൊക്കെ വേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അടുത്തത് പരീക്ഷയ്ക്കൊക്കെ നമ്മൾ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടി, പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് ഇത് ജപിച്ചാൽ മാത്രം കിട്ടില്ല, പഠിക്കണം. ബുദ്ധിയിൽ നിൽക്കാൻ വേണ്ടിയാണ്, ഓർമ്മശക്തിയിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ പഠിക്കുക തന്നെ വേണം. പഠിക്കുന്നതോടൊപ്പം ഈ മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവും. അപ്പോൾ പ്രഭാതത്തിൽ സ്നാനശേഷം വേണം ഇത് ജപിക്കാൻ. ഓം ശ്രീം ഹ്രീം സരസ്വതി സ്വാഹ. സുമിരനകരത് ശ്രാപ് ശബ്ദാഹി തും പ്രസന്നഹോ നികട് പധാരി വരദേക്കിയോ മുനി സുർവാരി. ഇത് ശരിക്കും ബുദ്ധദേവൻ്റെ മന്ത്രമാണ്. അത് സരസ്വതി സ്മരണയിൽ കൂടി തന്നെ ബുദ്ധദേവൻ്റെ മന്ത്രമാണ്. ഇത് വടക്കേ ഇന്ത്യയിലൊക്കെയാണ് കൂടുതൽ ജപിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അത് പറഞ്ഞത്. അടുത്തത്
പരീക്ഷയ്ക്കൊക്കെ ജയിക്കാനും ബുദ്ധിയിൽ നമ്മൾ പഠിച്ചതൊക്കെ നിൽക്കാനും വേണ്ടിയുള്ള സരസ്വതി അഷ്ടമന്ത്രമാണ്. ഓം സരസ്വതി നമഃ. ഓം ഗായത്രീ സത്യായി നമഃ. ഓം ഋഗ്വേദവർണിതായി നമഃ. ഓം സാഗരപ്രീതായി നമഃ. ഓം ജ്ഞാനമുദ്രൈ നമഃ. ഓം ജ്ഞാനസാഗരായി നമഃ. ഓം ദക്ഷിണാമൂർത്തിമതീ നമഃ. ഓം വൈഖാനസപ്രയായി നമഃ. ഞാൻ 2 പ്രാവശ്യം കൂടി പറയാം. ഓം സരസ്വതി നമഃ. ഓം ഗായത്രീ സത്യായി നമഃ. ഓം ഋഗ്വേദവർണിതായി നമഃ. ഓം സാഗരപ്രീതായി നമഃ. ഓം ജ്ഞാനമുദ്രയൈ നമഃ. ഓം ജ്ഞാനസാഗരായി നമഃ. ഓം ദക്ഷിണാമൂർത്തിമതീ നമഃ. ഓം വൈഖാനസപ്രയായി നമഃ. ഈ 8 മന്ത്രങ്ങളും ചൊല്ലിയ ശേഷം ശാപദോഷ ശാന്തിക്കായി ഞാൻ ഈ പറയുന്ന മന്ത്രം കൂടി സരസ്വതി ഗായത്രിയാണ്, അതുകൂടി 12 തവണ ജപിക്കണം. ഓം വാഗീശ്വരീ വിദ്മഹി വാഗ്വാദിന്യേ ധീമഹി തന്ന സരസ്വതി പ്രചോദയാത്. ഓം വാഗീശ്വരീ വിദ്മഹി വാഗ്വാദിന്യേ ധീമഹി തന്ന സരസ്വതി പ്രചോദയാത്. ഓം വാഗീശ്വരീ വിദ്മഹി വാഗ്വാദിന്യേ ധീമഹി തന്ന സരസ്വതി പ്രചോദയാത്. അപ്പോൾ ഇത്രയും മന്ത്രങ്ങൾ ഞാൻ ഇന്നിവിടെ ഒരു മന്ത്രം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഒരു ലൈൻ മന്ത്രമാണ്. അത് 108 ഉരു നമ്മൾ ജപിക്കുക തന്നെ വേണം. അത് വേറെ ഒന്നുമല്ല, ഇതാണ് ഐം ഹ്രീം നമഃ. ഐം ഹ്രീം നമഃ. ഐം ഹ്രീം നമഃ. അതോടൊപ്പം തന്നെ വേറൊരു വിദ്യാമാലിനി മന്ത്രം, ശാപദോഷമൊക്കെ മാറാനാണ്. ചില കുട്ടികളൊക്കെ എത്ര പഠിച്ചാലും മാർക്ക് കിട്ടില്ല. അത് ചിലരുടെ കൺദൃഷ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ വരുന്ന ശാപദോഷങ്ങളൊക്കെയാണ്. അത് മാറാനായിട്ടുള്ള ഒരു മന്ത്രം ഞാനിവിടെ പറഞ്ഞു തരാം. ഓം ഹ്രീം ഐം ക്ലീം സൗം മാലിനി ദേവി സർവവിദ്യാപ്രിയങ്കരി സർവവിദ്യാപ്രദാനാർത്ഥം പാദാബ്ജം തേ നമോ നമഃ. സരസ്വതി മഹാമായേ വിദ്യാരൂപപ്രിയങ്കരി വിദ്യാജ്ഞാന സമർദ്ധ്യം നിത്യം നിത്യം നമോസ്തുതേ. ഇത് ഗുരു ഉപദേശം വാങ്ങി തന്നെ ജപിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ഉപദേശമായിട്ട് കുട്ടികൾക്ക് തരികയാണ്. ഒന്നുകൂടെ 2 പ്രാവശ്യം കൂടി ഞാനിവിടെ പറയാം. ഓം ഹ്രീം ഐം ക്ലീം സൗ മാലിനി ദേവി സർവവിദ്യാപ്രിയങ്കരി സർവവിദ്യാപ്രദാനാർത്ഥം പാദാബ്ജം തേ നമോ നമഃ. സരസ്വതി മഹാമായേ വിദ്യാരൂപപ്രിയങ്കരി വിദ്യാജ്ഞാന സമർദ്ധ്യർത്ഥം നിത്യം നിത്യം നമോസ്തുതേ. ഒന്നുകൂടെ പറയാം. ഓം ഹ്രീം ഐം ക്ലീം സൗ മാലിനി ദേവി സർവവിദ്യാപ്രിയങ്കരി സർവവിദ്യാപ്രദാനാർത്ഥം പാദാബ്ജം തേ നമോ നമഃ. സരസ്വതി മഹാമായേ വിദ്യാരൂപപ്രിയങ്കരി വിദ്യാജ്ഞാന സമർദ്ധ്യർത്ഥം നിത്യം നിത്യം നമോസ്തുതേ. ഇത് 108 ഉരു ജപിക്കണം. അടുത്തത് പഠനശേഷി കുറച്ചുകൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അതിതാണ് മന്ത്രം. വിദ്യാം അഭ്യസ്യതാ നിത്യം ജപ്തവ്യപുരുഷോത്തമ. ഇത് വിദ്യാമന്ത്രമാണ്. വിദ്യാം അഭ്യസ്യതാ നിത്യം ജപ്തവ്യപുരുഷോത്തമ. വിദ്യാം അഭ്യസ്തതാ നിത്യം ജപ്തവ്യപുരുഷോത്തമ. ഇത് നിരന്തരം നമ്മൾ
ജപിച്ചാൽ ധാരണാശേഷിയും പഠനശേഷിയും വർദ്ധിക്കും. അടുത്തത് ഒരു സുബ്രഹ്മണ്യൻ്റെ മന്ത്രം കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പം വിദ്യയ്ക്ക് അത്യുത്തമമായ ഒരു സുബ്രഹ്മണ്യ മന്ത്രമാണ്. ഓം സർവവിദ്യായ നമഃ, ഓം ഷൺമുഖായ നമഃ, ഓം ശംഭുപുത്രായ നമഃ. ഇത് ഓരോ മന്ത്രവും രാവിലെയും 36 തവണ വീതം ജപിക്കണം. പരീക്ഷയിൽ വിജയത്തിന് വളരെ നല്ലതാണ്. ഇത് ആകെ 3 മന്ത്രമാണ്. ഓരോ മന്ത്രവും 36 ഒരു ജപിക്കുക. ഞാൻ 2 പ്രാവശ്യം കൂടെ ഉപദേശം തരാം. ഓം സർവവിദ്യായ നമഃ, ഓം ഷൺമുഖായ നമഃ, ഓം ശംഭുപുത്രായ നമഃ. ഒന്നുകൂടി പറയാം. ഓം സർവവിദ്യായ നമഃ, ഓം ഷൺമുഖായ നമഃ, ഓം ശംഭുപുത്രായ നമഃ. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കുട്ടികൾക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ഭഗവാനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം.